ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: എൻ്റെ അടുത്ത 3 മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഫാസ്റ്റിലെ കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അത് ഭൂമി തത്വത്തെയും ധനത്തിനെയും ആരോഗ്യത്തിനെയും ഒക്കെ കുറിക്കുന്ന ഒരു കാർഡാണ്. ഇതൊരു ഫെമിനിൻ എനർജി കാർഡാണ്. 2 എന്ന നമ്പർ പുതിയ ആശയങ്ങൾ ഉളവാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ആശയപരമായ കഴിവ് ഉണ്ട് എന്ന് ഇതിനർത്ഥമുണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും ഒരു മനുഷ്യൻ തന്റെ 2 കൈയിലും പെൻറ്റക്കിൾസുമായി ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. ഇതിലെ സൂചനകൾ സാമ്പത്തിക കാര്യങ്ങളും ജീവിതവും തുലനം എന്നാണ്. വൃത്തത്തിൽ തിരക്കിൽ ചുറ്റി തിരക്ക് പിടിച്ച ജീവിതം എന്നിവ ഈ കാർഡിലൂടെ ലഭിക്കുന്ന മറ്റുള്ള സന്ദേശങ്ങളാണ്. അപ്പോൾ ഈ കാർഡിൽ നമുക്ക് വരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ജോലിയിൽ അതെന്തായാലും അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു ചാൻസ്, മറ്റൊരു ജോബാകാം, അല്ലെങ്കിൽ അത് ബിസിനസ് ആകാം, എന്തുമാകാം. പക്ഷേ രണ്ടിനെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നാലോചിച്ച് രണ്ടിലുമായി മനസ്സ് വ്യാപരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വൃത്തത്തിനുള്ളിൽ നിന്ന് ചുറ്റിത്തിരിയുകയാണ്. ഏതെടുക്കണം എന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടുന്നില്ല. അതാണ് ഒരാശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ. 2 വർക്കുകൾ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഏത് ഉത്കൃഷ്ടമാണ് എന്ന് ചൂസ് ചെയ്യാതെ വിട്ടിട്ടുണ്ടാകാം. കരിയർ പ്ലസ് മണി ബാലൻസ് ചെയ്തു പോകണം. ഒരുതരം ഞാണിന്മേൽ കളി പോലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? അതും ഒരു ഞാണിന്മേൽ കളിയാണല്ലോ. ഇനി ഈ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പാഠം ഉൾക്കൊള്ളുക. ഇനി പ്രസൻറ്റിലെ കാർഡ് കാണാൻ കഴിയുന്നുണ്ടാകും. ദ ജസ്റ്റിസ് എന്ന മേജർ ആർക്കാന കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയിക്കുകയാണ്. നീതി, നിയമം, സത്യം, ഉത്തരവാദിത്വം, നേര് എന്നിവ ഈ കാർഡ് നൽകുന്ന സൂചനകളാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ നീതി നടപ്പാക്കുന്ന ഒരാളെ. അപ്പോൾ സത്യവും നീതിയുക്തവുമായ നല്ല ഫലങ്ങൾ ലഭിക്കാൻ വേണ്ട കാര്യങ്ങളിൽ ഏർപ്പെടുക. ചെയ്യുന്ന കാര്യങ്ങൾ നീതിയുക്തമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ്. സാമ്പത്തികമായ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനും ധനപരമായി നല്ല ഇടപാടുകൾ നടത്തുവാനും അത് നീതിബോധത്തോടെ സത്യസന്ധമായി ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും നന്മയുണ്ടാകാനും സാധ്യതയുണ്ട്. കപടമല്ലാത്ത, കളങ്കമല്ലാത്ത സത്യസന്ധമായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യപരമായും പോസിറ്റീവ് ഊർജം ലഭിക്കുമെന്ന് ഈ കാർഡ് സൂചന നൽകുകയാണ്. ഇനി ഫ്യൂച്ചറിലെ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ദ സൺ എന്ന മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് അടുത്തത് എന്താണ് എന്നുള്ള സൂചന ഈ കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന സൂചനകൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പരിണത ഫലം ലഭിക്കുവാൻ പോകുന്നത്. സന്തോഷവും ഉത്സാഹവും വിജയവുമായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. തൊഴിൽപരമായി വളരെ ശുഭകരമായ സമയമായിരിക്കും. അതായത് വർക്ക് പ്ലേസിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തൊഴിലിൽ വളരെയധികം പുരോഗതിയും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുമെന്ന് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ്. പ്രോപ്പർട്ടീസ് എന്തെങ്കിലും വളരെ കാലമായി വിൽപ്പന നടക്കാതെയാണ് കിടക്കുന്നതെങ്കിൽ അത് വിൽപ്പന നടക്കുവാൻ ഇപ്പോൾ സാധിക്കുമെന്ന് കാണുന്നു. ബിസിനസ്സിലോ മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിൽ പുതുതായിട്ട് പ്രവേശിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ സക്സസ് ആകുവാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഊഷ്മളത ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അതിലൂടെ മനസ്സമാധാനവും കുടുംബാഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടാകും. ആരോഗ്യപരമായും നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. പുതിയ നല്ല ശീലങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കുവാൻ കഴിയും. ശാരീരിക ഉന്മേഷവും ലഭിക്കും. പുതിയൊരു ഉണർവ് ലഭിക്കുമെന്നും പ്രപഞ്ചം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 3 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന തൊഴിലായാലും ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും ഏറ്റവും ഗുഡ് എന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുക. ആ കാര്യങ്ങൾ സത്യസന്ധമായും നീതിയുക്തമായും കൊണ്ടുപോകുവാൻ നേരോടെ ജീവിതത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുക. അതിലൂടെ ജീവിതത്തിൻ്റെ ഉന്നത തലങ്ങളിലെത്തും. കുടുംബ സന്തോഷം, സ്നേഹം ഇവ നിലനിർത്തുക. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.